ഏവർക്കും സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം സർക്കാർ സർവീസിൽ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായി പുതിയൊരു നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30/7/2026 ഗസറ്റ് തീയതി പ്രകാരം വന്ന നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 084/2026. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജസ് ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ്, കേരള ലോകായുക്ത തുടങ്ങിയ വകുപ്പുകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ പറയുന്നത് 27,900 തൊട്ട് 63,700 വരെ. ഒഴിവുകളുടെ എണ്ണം പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഈ 2 ഡേറ്റും ഉൾപ്പെടെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. എന്നാൽ പരമാവധി പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല എന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് പറയുന്നത് SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTE സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയും ഉണ്ടായിരിക്കണം. 2002 ജനുവരിക്ക് മുമ്പ് KGTE ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ പ്രത്യേക സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം. അടുത്ത ക്വാളിഫിക്കേഷൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTE അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ ഗവൺമെൻറ് അംഗീകരിച്ച ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ യോഗ്യതയായിട്ട് കണക്കാക്കുകയുള്ളൂ. സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും ഇവിടെ സ്വീകരിക്കുന്നതല്ല. ഇനി ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ പെട്ടവർക്കാണെങ്കിൽ മലയാളം ടൈപ്പ് റൈറ്റിങ്ങിൽ ചെറിയൊരു ഇളവ് ലഭിക്കുന്നുണ്ട്. അതായത് ജോലിയിൽ പ്രവേശിച്ച് 4 വർഷത്തിനകം ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ യോഗ്യത നേടിയിരിക്കണം. അതുപോലെ എക്സ് സർവീസ്മെൻ ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് യോഗ്യത നേടുന്നതിന് പ്രൊബേഷൻ കാലയളവ് അവസാനിക്കുന്നത് വരെ ഇളവ് അനുവദിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 സെപ്റ്റംബർ 2 വരെ. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്യാം. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള PSC ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.